ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്നത് ആരാണ്? എ. കർത്താവ്, ബി. ദൈവം, സി. മാലാഖമാർ. ഉത്തരം ദൈവം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ജനിപ്പിക്കുന്നത് എന്താണ്? എ. രക്ഷ, ബി. പശ്ചാത്താപം, സി. രക്ഷാകരമായ പശ്ചാത്താപം. ഉത്തരം രക്ഷാകരമായ പശ്ചാത്താപം. ലൗകികമായ ദുഃഖം എന്തിലേക്കാണ് നയിക്കുന്നത്? എ. രക്ഷയിലേക്ക്, ബി. ജീവനിലേക്ക്, സി. മരണത്തിലേക്ക്. ഉത്തരം മരണത്തിലേക്ക്. നിങ്ങൾ എല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു. ആര്? എ. തീത്തോസ്, ബി. തിമോഥെയോസ്, സി. അപ്പോളോസ്. ഉത്തരം തീത്തോസ്. വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗഭാക്കുകളാക്കണമെന്ന് അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു. ആര്? എ. മക്കദോനിയക്കാർ, ബി. ഗലാത്യക്കാർ, സി. എഫെസോസുകാർ. ഉത്തരം മക്കദോനിയക്കാർ. 2 കൊറിന്തോസ് 8:15 സമാനമായ പഴയ നിയമഭാഗം ഏത്? എ. പുറപ്പാട് 16:18, ബി. പുറപ്പാട് 16:17, സി. പുറപ്പാട് 16:16. ഉത്തരം പുറപ്പാട് 16:18. 2 കൊറിന്തോസ് 9:9 സമാനമായ സങ്കീർത്തന ഭാഗം ഏത്? എ. സങ്കീർത്തന 112:9, ബി. സങ്കീർത്തന 113:9, സി. സങ്കീർത്തനം 114:9. ഉത്തരം സങ്കീർത്തനം 112:9. അഭിമാനിക്കുന്നവൻ ആരിലാണ് അഭിമാനിക്കേണ്ടത്? എ. യേശുവിൽ, ബി. കർത്താവിൽ, സി. ദൈവത്തിൽ. ഉത്തരം കർത്താവിൽ. 2 കൊറിന്തോസ് 10:18 വാക്യം അനുസരിച്ച് ആരാണ് സ്വീകാര്യൻ? എ. തന്നെ തന്നെ പ്രശംസിക്കുന്നവൻ, ബി. കർത്താവ് പ്രശംസിക്കുന്നവൻ, സി. സഹോദരർ പ്രശംസിക്കുന്നവൻ. ഉത്തരം കർത്താവ് പ്രശംസിക്കുന്നവൻ. ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചത് ആര്? എ. സർപ്പം, ബി. സാത്താൻ, സി. ആദം. ഉത്തരം സർപ്പം. എവിടെ നിന്ന് വന്ന സഹോദരന്മാരാണ് പൗലോസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തത്? എ. ഗലാത്യയിൽ നിന്നുള്ളവർ, ബി. മക്കദോനിയയിൽ നിന്നുള്ളവർ, സി. എഫെസോസിൽ നിന്നുള്ളവർ. ഉത്തരം മക്കദോനിയയിൽ നിന്നുള്ളവർ. എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. ബലഹീനതകളെക്കുറിച്ച്, ബി. എൻ്റെ ബലഹീനതകളെക്കുറിച്ച്, സി. എൻ്റെ കഴിവുകളെക്കുറിച്ച്. ഉത്തരം എൻ്റെ ബലഹീനതകളെക്കുറിച്ച്. പൗലോസ്ലീഹ എത്ര പ്രാവശ്യം കപ്പൽ അപകടത്തിൽ പെട്ടിട്ടുണ്ട്? എ. 2, ബി. 3, സി. 4. ഉത്തരം 3. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അധ്യായം ഏത്? വാക്യം ഏത്? എ. 2 കൊറിന്തോസ് 12:9, ബി. 2 കൊറിന്തോസ് 12:10, സി. 2 കൊറിന്തോസ് 12:11. ഉത്തരം 2 കൊറിന്തോസ് 12:9.
കോരിന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനത്തിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട്? എ 12, ബി 16, സി 13. ഉത്തരം 13. പൗലോസ്ലീഹ ആരെ പ്രതി സന്തുഷ്ടനാണെന്നാണ് പറയുന്നത്? എ ക്രിസ്തുവിനെ പ്രതി, ബി സഭകളെ പ്രതി, സി നിങ്ങളെ പ്രതി. ഉത്തരം ക്രിസ്തുവിനെ പ്രതി. പൗലോസ്ലീഹ ഒരു ഭോഷനാകാൻ കാരണക്കാർ ആരാണ്? എ കൊറിന്തോസുകാർ, ബി മക്കെദോനിയക്കാർ, സി ഗലാത്യക്കാർ. ഉത്തരം കോറിന്തോസുകാർ. എത്രാമത്തെ പ്രാവശ്യമാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരെ സന്ദർശിക്കാൻ പോകുന്നത്? എ 4, ബി 3, സി 2. ഉത്തരം 3. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിനു സ്തുതി. അധ്യായം ഏത്? വാക്യം ഏത്? എ 2 കൊറിന്തോസ് 9:15, ബി 2 കൊറിന്തോസ് 8:15, സി 2 കൊറിന്തോസ് 9:14. ഉത്തരം 2 കൊറിന്തോസ് 9:15. നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനും എന്ന് പൗലോസ്ലീഹ ആരെക്കുറിച്ചാണ് പറയുന്നത്? എ തിമോഥെയോസ്, ബി തീത്തോസ്, സി അപ്പോളോസ്. ഉത്തരം തീത്തോസ്. ദൈവം സ്നേഹിക്കുന്നത് ആരെയാണ്? എ ഔദാര്യത്തോടെ നൽകുന്നവനെ, ബി സന്തോഷപൂർവ്വം നൽകുന്നവനെ, സി പൂർണ്ണമായും നൽകുന്നവനെ. ഉത്തരം സന്തോഷപൂർവ്വം നൽകുന്നവനെ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനും ആര് ആണ്? എ ദൈവം, ബി കർത്താവ്, സി യേശു. ഉത്തരം ദൈവം. 2 കൊറിന്തോസ് 11 അധ്യായം 2 വാക്യം അനുസരിച്ച് പൗലോസ്ലീഹായ്ക്ക് കൊറിന്തോസുകാരോട് തോന്നുന്ന വികാരം എന്താണ്? എ അസൂയ, ബി ദൈവികമായ അസൂയ, സി കോപം. ഉത്തരം ദൈവികമായ അസൂയ. 5 പ്രാവശ്യം യഹൂദരുടെ കയ്യിൽ നിന്ന് പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചത് എന്താണ്? എ 40 അടി, ബി 1 കുറയെ 40 അടി, സി എണ്ണമറ്റ വിധം പ്രഹരം. ഉത്തരം 1 കുറയെ 40 അടി. പൗലോസ്ലീഹ എത്ര പ്രാവശ്യം കല്ലെറിയപ്പെട്ടു? എ ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, ബി പല പ്രാവശ്യം കല്ലെറിയപ്പെട്ടു, സി 2 പ്രാവശ്യം കല്ലെറിയപ്പെട്ടു. ഉത്തരം ഒരിക്കൽ കല്ലെറിയപ്പെട്ടു.